സ്റ്റീഫ, നിന്റെ തലയിൽ ഇപ്പൊ ബിസിനസ് ബിസിനസ് എന്ന് മാത്രമുള്ള ചിന്തയുള്ളൂ. ഇമ്പോർട്ടന്റ് മീറ്റിംഗ്, എനിക്ക് പോയേ പറ്റത്തുള്ളൂ. തന്റെ അടുത്തുള്ള ഇഷ്ടം പറയാൻ മടിച്ചു നിന്ന കാര്യത്തിലായിരുന്നു. നീ എന്താ പറയുന്നേ? പിന്നെ എന്താ പറയാണ്ടെന്ന് പറഞ്ഞേ? കുറച്ച് സീരിയസ് ആണ്. വേണ്ട പ്ലീസ്. എന്താ പറ്റിയേ? പക്ഷെ എനിക്കിത് നിന്നോടല്ലാതെ വേറെ ആരോടും പറയാൻ പറ്റില്ല. എന്താ പറ്റി? നീ കാര്യം പറ. അന്ന് രാഹുലും ഞാനും തമ്മിൽ കണ്ട കാര്യം നിന്നോട് ഞാൻ പറഞ്ഞില്ലേ? അതിനുശേഷവും ഞങ്ങൾ കോളിങ് മെസ്സേജിങ് ഒക്കെ ഉണ്ടായിരുന്നു. അവൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. പറ്റിപ്പോയി. പക്ഷെ അതിനുശേഷം അവനെ പറ്റി യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ അവനിവിടെ വന്നു. എന്നിട്ട് എന്താടാ? ഞാൻ പറഞ്ഞില്ല എനിക്കൊരു 5 ലക്ഷം രൂപ വേണമെന്ന്. ശരിയായോ? ശരിയായില്ല, ശരിയാകും. ആ 5 ലക്ഷം രൂപ നീ എനിക്ക് തരും. എൻ്റെ കയ്യിൽ എവിടുന്നാ? നിൻ്റെ ഇല്ലെന്ന് എനിക്കറിയാം, സ്റ്റീഫൻ്റെ ഉണ്ടല്ലോ. രാവിലെ സ്റ്റീഫനെ ഞാൻ തമ്മിലുള്ള കാര്യം നിനക്കറിയാവുന്നതല്ലേ? സ്റ്റീഫനെ നീ തമ്മിലുള്ള പ്രശ്നമൊക്കെ എനിക്കറിയാം. പക്ഷേ ഞാനും നീയും തമ്മിലുള്ള പ്രശ്നം സ്റ്റീഫൻ അറിയില്ല. സ്റ്റീഫനോട് പറയട്ടെ? നീ എന്തിങ്ങനെ? അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും കാജു? എനിക്ക് ഫണ്ട് വേണ്ടേ? നീ അതിനു വേണ്ടിയാണോ? ഫണ്ട് നീ ഇല്ലാന്ന് പറഞ്ഞ ഇത് സ്റ്റീഫൻ മാത്രമല്ല, നാട്ടുകാരെല്ലാം കാണും. അത് വേണം. പ്ലീസ് വേണ്ട, പ്ലീസ്. 5 ലക്ഷം രൂപ നാളെ 5 മണിക്ക് മുമ്പ് എനിക്ക് വേണം. മനസ്സിലായോ? അപ്പൊ മറക്കണ്ട, നാളെ വൈകിട്ട് 5 മണി. ബൈ. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു എത്തുമ്പോഴും കിട്ടുന്നില്ല. മോളെ, നിൻ്റെ അടുത്ത് ഞാൻ ഇതൊന്നും വേണ്ടെന്ന് ആദ്യം പറഞ്ഞതല്ലേ? നീ ഒരു കാര്യം ചെയ്യും, ഇത് രമേശ് സ്റ്റീഫൻ്റെ അടുത്ത് വരാം, അവന് മനസ്സിലാവും. സ്റ്റീഫൻ്റെ അടുത്തെല്ലാം പറയാം. വരുന്നത് എന്താണെങ്കിലും ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഞാൻ വരുത്തി വെച്ചതായിപ്പോയി. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷേ ഞങ്ങൾ തമ്മിൽ അത്ര സ്നേഹമോ ഒന്നുമില്ല. അത് ഇവളുടെ കുറ്റമല്ല, അതെൻ്റെ കുറ്റമാണ്. ഞങ്ങൾ തമ്മിലുള്ള കല്യാണം ഞങ്ങളത്ര ഇഷ്ടപ്പെട്ട് കിട്ടിയവരൊന്നുമല്ല. അപ്പൻ്റെ കൂട്ടുകാരൻ്റെ മോള് ഒരാലോചന വന്നു, അപ്പൻ നിർബന്ധിച്ചു, കല്യാണം കഴിച്ചു. അപ്പോൾ കാജിന് അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു ഭാര്യ ഭർത്താവ് തമ്മിലുണ്ടാവേണ്ട സ്നേഹമോ ബന്ധമൊന്നും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. അത് അവളുടെ കുറ്റമല്ല, അത് അവൾ പലപ്പോഴും ശ്രമിച്ചെങ്കിലും അതെൻ്റെ കുറ്റമാണ്. പക്ഷെ ഈ സംഭവിച്ചത് ഇതെങ്ങനെയാണ് തീർക്കേണ്ടതെന്ന് എനിക്കറിയാം. നീ എഴുന്നേക്ക്.
സ്റ്റീഫ് എങ്ങോട്ടാ? വാ. നമ്മൾ പറഞ്ഞല്ലോ തന്നെ കാര്യങ്ങൾ നടക്കും. വണ്ടിക്കടി. അതൊക്കെ നൊന്തു. അപ്പോൾ ഇവിടെ കൊണ്ട് തീർക്കാൻ രണ്ടുപേർക്കും ആഗ്രഹമില്ല. വൈറലാവും സാറേ. ഇനി പുറം ലോകം കാണാൻ പോകത്ത് നീ എന്നെ വയറിലുണ്ടാക്കാനാണ്. ബ്ലാക്ക് മെയിലിംഗ് കേസ്. നിനക്കുള്ള വണ്ടി കിട്ടുമോ?